എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓമയ്ക്ക അഥവാ കപ്പളങ്ങ തോരൻ ഇങ്ങനെ വെക്കാമെന്നാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു മുഴുത്ത ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. അത് കൊത്തി എൻ്റെ കറയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് നമുക്ക് തൊലി ചെത്തിയെടുക്കാം. നമ്മൾ തൊലി ചെത്തിയിട്ട് കഴുകുന്നില്ല, അപ്പോൾ അതിന് മുന്നേ കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തൊലി ചെത്തുമ്പോൾ അതിൻ്റെ പച്ചയില്ലാതെ വെള്ളം മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് ചെത്തിയെടുക്കണം. അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് കാണത്തില്ല, അതുകൊണ്ട് നല്ല വെളുത്ത ഭാഗം വരെ നമുക്ക് ചെത്തിയെടുക്കാം. അപ്പോൾ ഓമയ്ക്ക തോരൻ നല്ലതാണ് ശരീരത്തിന്. അതിനകത്ത് ഒരുപാട് നാരുകളും പ്രോട്ടീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഓമയ്ക്ക തോരൻ മാത്രമായിട്ട് വെച്ച് കഴിക്കാം, ചോറൊന്നും ഇല്ലാതെ. അത് മറ്റേ ചീകയൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ അരിഞ്ഞു വെക്കുവാണെങ്കിൽ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ ഓമയ്ക്ക ഇങ്ങനെ നമ്മൾ കഷ്ണിച്ചരിയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഒത്തിരി താമസം. ഇങ്ങനെ മുഴുവനോടെ പിടിച്ച് അരിഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് അരിയാൻ പറ്റും, ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ. അപ്പോൾ നമുക്കത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കൊത്തണം. മുഴുത്ത ഓമയ്ക്ക പിടിച്ചിട്ട് ചെറുതായിട്ട് കുറേ കുനുകുനാന്ന് കൊത്തിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നല്ല ചെറുതായിട്ട് കിട്ടും. അതിൻ്റെ കുരു ഒന്നും അതിൻ്റെ കൂടെ ആദ്യമേ വരത്തില്ല, കുറച്ച് താഴെ ആയിട്ടല്ലേ കുരു കാണുക. അപ്പോൾ അങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ട് നല്ല ഓമയ്ക്ക തോരൻ കിട്ടും, വെള്ളമൊന്നും പിടിക്കാതെ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓമയ്ക്ക തോരൻ ഇന്ന് വെക്കാം. അപ്പൊ അരിഞ്ഞിട്ട് വരാവേ. അപ്പോൾ ഒരു തോരനുള്ള ഓമയ്ക്ക് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മതി, ഇനി ബാക്കി നാളെ അരിയാന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ ഇനി നമുക്കിത് തോരൻ വെക്കാം. തോരൻ വെക്കാനായിട്ട് ആവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളി, ഒരു 4 കാന്താരി, ഇതെല്ലാം കൂടെ നമുക്ക് ഇനി ചതച്ചെടുത്തിട്ട് വരണം. ഇങ്ങനെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് തോരൻ വെക്കാം. അതിന് അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഉഴുന്ന് വറുത്തെടുക്കണം. ഉഴുന്ന് തോരനിടുന്നത് നല്ല ടേസ്റ്റാണ്. അരിയിടും, ഉഴുന്നും ഇടും. അപ്പൊ നമുക്ക് ഉഴുന്നുള്ളതുകൊണ്ട് ഉഴുന്ന് മാത്രം ഇടാം. ഇനി ഉഴുന്ന് വറുത്തെടുത്തിട്ട് വരാം. നല്ല ഫ്ലെയിം കുറച്ച് വെക്കണേ. ഉഴുന്ന് നല്ലപോലെ ചുവപ്പാകുമ്പോഴത്തേക്കും നമുക്കിത് വാരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഉഴുന്ന് കളർ മാറി വരുന്നുണ്ട്. നമുക്ക് എന്തൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചീൻചട്ടിയിൽ ആ എണ്ണയിൽ തന്നെ കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് കറിവേപ്പിലയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. അങ്ങനെ നല്ലപോലെ ഇളക്കി പൊത്തി നമുക്ക് അടച്ചു വെക്കാം. ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. തുറന്ന് ഇളക്കിയിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട, ആ ഒരു ആവി തന്നെ വെന്തോളം ഓമയ്ക്ക. അപ്പം നല്ലപോലെ ഇളക്കി ഒരു 2 മിനിറ്റ് കൂടെ ആവിയിൽ വേകട്ടെ. ഇത് ആവിയിൽ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് കൂടി ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും അടിപൊളി തോരൻ റെഡിയാകും. അപ്പം ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി വെന്ത് കഴിഞ്ഞിട്ട് അരപ്പിട്ട് നമുക്കിനി മൂടി വെക്കാം. അരപ്പിട്ട് ഒന്ന് ആവി കയറാൻ വെച്ചിട്ട് പിന്നെ തുറന്ന് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കാം. ഇപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഉഴുന്നും കൂടെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അടിപൊളി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറിയൊക്കെ ഒരുപാട് വിഷം നിറഞ്ഞതാണ്. അപ്പം ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ നമുക്ക് വെച്ച് കഴിക്കാൻ നല്ലതാണ് ശരീരത്തിന്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്